താമസിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഒരു കോൾ എടുത്തപ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഇവർ സംഭവം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരാണ്. ഞാനിത് അറിയുന്നില്ല. അപ്പോൾ മൂത്ത മോൻ ഇവിടെയാണ് കിടക്കുന്നത്, ഞങ്ങൾ അകത്തെ റൂമിൽ. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, പപ്പയും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു, പപ്പായ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു, എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചേട്ടൻ വടകര പോയതാണല്ലോ, എന്നെ അടുത്ത് വന്നില്ല, ഇപ്പം വന്ന് കാണും, ഇനിയിപ്പോൾ ഉറക്കമായിരിക്കുമല്ലോ, സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പം എഴുന്നേറ്റ് 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല, ഞാൻ എഴുന്നേറ്റ് 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4 വിളിക്കാൻ തോന്നിയില്ല എനിക്ക്, എന്തോ എനിക്ക് തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഉറങ്ങിപ്പോയി, ഉറങ്ങി 6:30 7 ഞാൻ എഴുന്നേറ്റ് ഉടനെ വിളിച്ച സൂചിച്ചേട്ടനെ 5 പ്രാവശ്യം വിളിച്ച്. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയിൽ, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല ആരും. അപ്പൊ എനിക്ക് ഡൗട്ട് ഒന്നും അടിച്ചില്ല, നമുക്ക് അങ്ങനെ തോന്നും നമ്മുടെ ആള് മരിച്ചു പോകും, നമ്മൾ ഓർക്കുവോ ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്നോണ്ട് വേറൊരു കോള്, ചേച്ചി വാർത്തക്കകത്ത് ശരി. അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചിച്ചേട്ടന്, ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ. ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തെന്ന് ഞാൻ ചോദിക്കുക. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി അപ്പൊ ഒന്നും അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അവരന്നേരം കട്ട് ചെയ്ത്, 2-3 കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച്. ടിവിയിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് TV വെച്ചില്ല, ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ എന്ന്. അപ്പൊ അവന് ഉറക്കത്തില്ല, നല്ല ഉറക്കത്തില്ല. വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാരെടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന് എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ, കല്യാണ പാർട്ടി എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു കിച്ചു ഒന്ന് എണീക്കടാ, നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഉറക്കത്തെ വിളിച്ചതല്ലേ, ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കയറി. ഞാനിത് കതവ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ടിവിടെ വരെ ആൾക്കാർ എല്ലാരും ഇങ്ങോട്ട് നോക്കി നിൽക്കും. എത്ര മണിയായിട്ടുണ്ടാവും? 6:30 7 മണിയായി, എന്തായാലും 7 മണിയായി. അപ്പോഴും നിങ്ങൾ TV ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന 24. ഇവർ ഇവിടെ ഇല്ലല്ലോ, വേറെ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കോൾ എടുത്തിട്ടുമില്ല? 2-3 കോൾ എടുത്ത്. ചേടത്തി ഞാൻ പറഞ്ഞില്ല, ചേടത്തി വിളിച്ച കോൾ എടുത്ത്. അവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല, അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയപ്പോ ആൾക്കാർ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക, എന്തോ സംഭവം എന്ന് ചോദിക്കുന്നില്ല. അപ്പം ചോദിക്കുവാ ഞാനിങ്ങനെ. അപ്പം ഇപ്പുറത്തും ഒരു അമ്മച്ചി ഓടി വന്നില്ല, രേണു ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ. വിനുവടിമാരിയൊക്കെ ഉണ്ടായിരുന്നു, മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു അപകടമാണ്, സുധീർ എന്തോ കയ്യോ കാലോ കണ്ട്. അപ്പം എനിക്ക് കയ്യോ കാലോ ഓടിഞ്ഞാൽ ഇങ്ങനെ ആൾ വരുമോ? അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത് സുചേട്ടൻ എന്തായാലും സുചേട്ടൻ ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സുചേട്ടൻ ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ട്, അല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽ സുചേട്ടൻ ഉണ്ടോ, ആളുണ്ടല്ലോ അല്ലേ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ കിണറ്റുകരെ വന്നങ്ങ് ഇരുന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചേക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ. അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച്, അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു, 24-ന്റെ ക്യാമറ എല്ലാം അവിടെ നിപ്പുണ്ട്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി, അപ്പുറത്തെ സ്ഥലത്തിലെ ഒരു കുട്ടി ഓടി വന്നതിനോട് ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആള് പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ ഇരിക്കുവോ, അനങ്ങുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചെന്നോ, നമ്മൾ സ്വപ്നത്തിൽ കരുതുവോ സുധിച്ചേട്ടൻ മരിച്ചെന്ന്?